താങ്കളുടെ അവസരത്തിൽ ഇത് മര്യാദയാണ്. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. പച്ചക്കള്ളം പറഞ്ഞു. ഏതെങ്കിലും നേതാവ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോകാത്ത ഇങ്ങനെ തർക്കം പറയാ, ഇങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കി തർക്കം പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരുമാതിരി ബൂർഷ ടോണിൽ എന്നോട് സംസാരിക്കരുത്. താങ്കളുടെ അവസരത്തിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. കിട്ടണം, എനിക്ക് തന്നെ കിട്ടണം. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷയൊക്കെ ഉപയോഗിച്ച കേട്ടില്ലേ? അല്ല, അത് പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ അദ്ദേഹം അത് പിൻവലിക്കോ? അല്ല, അദ്ദേഹം അത് പിൻവലിക്കോ? പറയൂ. അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ്. വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. താങ്കൾ നിർത്തുന്നേ, അതൊന്ന് പറയാൻ സമ്മതിക്കൂ. എന്തായാലും പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഷെജയ്ക്ക് ശാന്തത. അത് പറയുന്നില്ല. അത് കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം വിവരം കെട്ടവനെ അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചു. ഇതൊന്നും ഞാനോ എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ല. സത്യം. CPM പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവ്യാക്കിയിട്ട് അവിടെ BJP എഴുതിയ പാർട്ടിയാണ് CPM. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇന്നുകൊണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ. അതെന്നെ അറിഞ്ഞതാ നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന്. എവിടെ പോയി നിങ്ങളുടെ 2% എങ്ങനെ വോട്ട് ഷെയർ പോയി? 37 വർഷവും 36 വർഷവും ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ. എന്നിട്ട് വന്നിരുന്ന് ഘോര സംസാരിക്കുക. ഇനി ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരനാറി എന്നാ വിളിക്കുന്നത്, നികൃഷ്ടജീവി എന്നാ വിളിക്കുന്നത്, കടക്ക് പുറത്തുനിന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. എന്നിട്ട് ഒരാൾ സാറിന്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ടെന്നാ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തൊക്കെ എന്താ ഉള്ളത്. ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്. കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാം. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.